പ്രീതികർത്ത സുഹൃത്തുക്കളെ, എല്ലാവർക്കും കേരള ഗവൺമെന്റ്സിന്റെ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റയുടെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് 2011 സെൻസസുമായി ബന്ധപ്പെട്ട പ്രധാന വസ്തുതകളായിരുന്നു. ഇന്നേ ദിവസം നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട കുറച്ച് വസ്തുതകൾ. സാമ്പത്തിക മേഖല എന്ന് പറയുമ്പോൾ കേരള രൂപീകരണ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് കേരളത്തിൽ എന്തൊക്കെ സാമ്പത്തിക വികസനമുണ്ടായി, ആ സാമ്പത്തിക വികസനത്തിന് വേണ്ടിയിട്ട് ഏതൊക്കെ സ്ഥാപനങ്ങൾ സംഭാവന നൽകി, ആ സ്ഥാപനങ്ങളൊക്കെ എന്നാണ് രൂപീകരിച്ചത്, അതിന്റെ പ്രധാന ധർമ്മം എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുക. ഓക്കെ, ആരംഭിച്ചാലോ. സാമ്പത്തികം. കേരളത്തിന്റെ സാമ്പത്തിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് കൊച്ചി. ജില്ലയുടെ പേരെന്നാണെങ്കിൽ നമ്മൾ എറണാകുളം പറയും. സ്ഥലത്തിന്റെ പേരാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് പറയും? കൊച്ചിയാണ് പറയുക. സ്ഥലത്തിന്റെ പേരാണ് നമ്മൾ എന്താ പറയുക? കൊച്ചിയാണ് പറയുക. ക്ലിയർ അല്ലേ? ഇനി അടുത്ത് പറയുന്നു, പ്രതിശീർഷ വരുമാനത്തിൽ ഒന്നാം സ്ഥാനം എറണാകുളം ജില്ലയും കുറവ് മലപ്പുറം ജില്ലയുമാണ്. പ്രതിശീർഷ വരുമാനത്തിൽ ഒന്നാം സ്ഥാനം എറണാകുളമാണ്, കുറവ് മലപ്പുറമാണ്. സാമ്പത്തിക സാക്ഷരത നേടിയ ആദ്യ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലെ മങ്കരയാണ്. മങ്കര, പാലക്കാട്. മങ്കട മലപ്പുറം ജില്ലയിലാണ്. മങ്കട എന്ന് പറയുന്ന സ്ഥലം. ഇത് പാലക്കാട് ജില്ലയിലെ മങ്കര. അപ്പോൾ സാമ്പത്തിക സാക്ഷരത നേടിയ കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലെ മങ്കരയാണ്. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ. കേരളത്തിന്റെ സാമ്പത്തിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് കൊച്ചി അഥവാ എറണാകുളം ജില്ല. പ്രതിശീർഷ വരുമാനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ജില്ല എറണാകുളമാണ്. പ്രതിശീർഷ വരുമാനം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ജില്ല മലപ്പുറം. സാമ്പത്തിക സാക്ഷരത നേടിയ കേരളത്തിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് മങ്കരയാണ്. കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നതാണ് മങ്കരയാണ്. ഓർമ്മിച്ചേക്കാമോ? അടുത്ത് പറയുന്നു, ഇന്ത്യയിൽ കേരള സംസ്ഥാനത്തെ പ്രത്യേക സാഹചര്യങ്ങളിൽ വികസിച്ചു വന്ന സവിശേഷമായ സാമൂഹ്യ സാമ്പത്തിക അവസ്ഥാവിശേഷത്തിനും അതിലേക്ക് നയിച്ച നയങ്ങളും അറിയപ്പെടുന്നതാണ് കേരള മോഡൽ വികസനം. അപ്പോൾ എന്താണ് കേരള മോഡൽ വികസനം? ഇന്ത്യയിലെ കേരള സംസ്ഥാനത്തെ പ്രത്യേക സാഹചര്യങ്ങളിൽ വികസിച്ചു വന്ന സവിശേഷമായ സാമൂഹ്യ സാമ്പത്തിക അവസ്ഥാവിശേഷത്തിനും അതിലേക്ക് നയിച്ച നയങ്ങളും അറിയപ്പെടുന്നതാണ് കേരള മോഡൽ വികസനം. കേരള മോഡൽ വികസന പദ്ധതി നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി 10ാം പഞ്ചവത്സര പദ്ധതിയായിരുന്നു. കേരള മോഡൽ വികസന പദ്ധതി നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി ഏതാണ്? 10ാം പഞ്ചവത്സര പദ്ധതി. കേരളത്തിലെ വരുമാനത്തിൽ ഭൂരിഭാഗവും സംഭാവന ചെയ്യുന്നത് പ്രവാസികളാണ്. കേരളത്തിലെ വരുമാനത്തിൽ ഭൂരിഭാഗം സംഭാവന ചെയ്യുന്ന പ്രവാസികളാണ്. ആളഹുരി വരുമാനമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആളഹുരി വരുമാനത്തിൽ ഭൂരിഭാഗം സംഭാവന ചെയ്യുന്ന ആരാണ്? പ്രവാസികളാണ്. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ. സാമ്പത്തികം. കേരളത്തിന്റെ സാമ്പത്തിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് കൊച്ചിയാണ്, എറണാകുളം ജില്ല. പ്രതിശീർഷ വരുമാനത്തിൽ ഒന്നാം സ്ഥാനം എറണാകുളം ജില്ലയ്ക്കാണ്, ഏറ്റവും കുറവ് മലപ്പുറം. സാമ്പത്തിക സാക്ഷരത നേടിയ കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് പാലക്കാട് ജില്ലയിലെ മങ്കര. ഇന്ത്യയിലെ കേരള സംസ്ഥാനത്തെ പ്രത്യേക സാഹചര്യങ്ങളിൽ വികസിച്ചു വന്ന സവിശേഷമായ സാമൂഹ്യ സാമ്പത്തിക അവസ്ഥാവിശേഷത്തിനും അതിലേക്ക് നയിച്ച നയങ്ങളും അറിയപ്പെടുന്നത് കേരള മോഡൽ വികസനം എന്നാണ്. കേരള മോഡൽ വികസന പദ്ധതി നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി 10ാം പഞ്ചവത്സര പദ്ധതി. കേരളത്തിലെ വരുമാനത്തിൽ ഭൂരിഭാഗവും സംഭാവന ചെയ്യുന്നത് പ്രവാസികളാണ്. കേരളത്തിലെ വരുമാനത്തിൽ ഭൂരിഭാഗവും സംഭാവന ചെയ്യുന്നത് ആരാണ്? പ്രവാസികളാണ്. ഇനി നമ്മൾ പറയുന്നു, കേരളത്തിലെ സാമ്പത്തിക വികാസത്തിന് മുതൽക്കൂട്ടായ ചില സ്ഥാപനങ്ങളാണ് പരിചയപ്പെടുക. നോക്കാം. കേരള ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. കേരളത്തിൽ വ്യാപാര വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും വികസിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സന്നദ്ധ സംഘടന, ട്രസ്റ്റ് ആണ് കേരള ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി എന്ന പേരിൽ അറിയപ്പെടുക. കേരള ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. കേരള ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി സ്ഥാപിതമായത് 1951 മെയ് മാസം 12ാം തീയതി. കേരള ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി സ്ഥാപിതമായത്, വർഷം മറന്നു പോകരുത്, 1951 മെയ് 12. ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. 1951 മെയ് 12 രൂപീകരിച്ച ആസ്ഥാനം എവിടെയാണ്? കൊച്ചിയാണ്. ISO അക്രഡിറ്റേഷൻ ലഭിക്കുന്ന ഇന്ത്യയിലെ
ആദ്യത്തെ വ്യാപാര സ്ഥാപനമാണ്. ISO അക്രഡിറ്റേഷൻ ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വ്യാപാര സ്ഥാപനമാണ് കേരള ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി മറക്കില്ലല്ലോ. അപ്പൊ കേരളത്തിലെ വ്യാപാര വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും വികസിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സന്നദ്ധ സംഘടന അഥവാ ട്രസ്റ്റ് ആണ് കേരള ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. സ്ഥാപിതമായത് 1951 മെയ് മാസം 12-ാം തീയതി. ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊച്ചിയിലാണ്. ISO അക്രഡിറ്റേഷൻ ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വ്യാപാര സ്ഥാപനമാണ് കേരള ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള ബാങ്കുകൾ പൊതുമേഖലാ വാണിജ്യ ബാങ്കുകളാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള ബാങ്കുകൾ എന്ന് പറയുന്നത് പൊതുമേഖലാ വാണിജ്യ ബാങ്കുകളാണ്. ഈ പൊതുമേഖലാ വാണിജ്യ ബാങ്കുകൾ എന്ന് പറയുമ്പോൾ എന്താണ്? കേന്ദ്ര സർക്കാരിന്റെ കീഴില് ദേശസാൽക്കരിക്കപ്പെട്ട ബാങ്കുകളാണ് എന്ന കാര്യം ഓർമ്മിക്കുക. ഇതുകൂടാതെ കേരളത്തിലെ സ്വകാര്യ ബാങ്കുകളുണ്ട്, അഥവാ കൊമേഴ്സ്യൽ ബാങ്കുകളുണ്ട്. അതുകൂടാതെ ഗ്രാമീണ ബാങ്കുകളുമുണ്ട്. ബാങ്കുകൾ എന്ന് വിളിപ്പേരുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ബാങ്കുകളല്ലാത്ത സഹകരണ സംഘങ്ങളുമുണ്ട്. ഓക്കെ, ഫിനാൻഷ്യൽ എയ്ഡിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഫിനാൻഷ്യലി കേരളത്തിലെ ജനങ്ങൾക്ക് കൊമേഴ്സ്യൽ ബാങ്കിനെ സമീപിക്കാം, പൊതുമേഖല ബാങ്കുകളെ സമീപിക്കാം, ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളുണ്ട്, കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുണ്ട്, അല്ലെ, സഹകരണ സംഘങ്ങൾ. ഇവയൊക്കെ കേരളത്തിലെ സാമ്പത്തിക മേഖലയിലേക്ക് ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കാൻ കാരണമാകുന്ന സ്ഥാപനങ്ങളാണ്. നമുക്ക് പരിശോധിക്കാം. യെസ്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബാങ്ക് ശാഖകളുള്ള ജില്ല എറണാകുളം. ഏറ്റവും കുറവ് ബാങ്ക് ശാഖകൾ കാണപ്പെടുന്നത് വയനാടാണ്. കേരള ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലെന്നറിയപ്പെടുന്നത് സഹകരണ സംഘങ്ങൾ അഥവാ സഹകരണ ബാങ്കുകളാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളാണ് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ, കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസും കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ. കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് KSFEയും കൂടാതെ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ KFC. KFC എന്ന് പറയുമ്പോൾ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ എന്ന് തന്നെ പറയണം കേട്ടോ. നിങ്ങൾ വേറെ KFC ചിലപ്പോൾ വിചാരിച്ചളയും ഭക്ഷണവുമായി ബന്ധപ്പെട്ട്. അത് നമുക്ക് വിശദമായി തന്നെ പരിചയപ്പെടാം കേട്ടോ. KSFEയും KFC ഒക്കെ നമ്മൾ വിശദമായി പരിചയപ്പെടും. അതിനു മുമ്പ് ഈ സ്ലൈഡ് ഒന്ന് റിവിഷൻ ചെയ്യാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബാങ്കുകൾ കാണപ്പെടുന്നത് പൊതുമേഖലാ വാണിജ്യ ബാങ്കുകളാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ബാങ്ക് ശാഖകളുള്ള ജില്ല എറണാകുളവും കുറവും വയനാട്. കേരളത്തിലെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലെന്നറിയപ്പെടുന്ന സഹകരണ ബാങ്കുകളാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ KSFE, KFC എന്നിവ. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ നമുക്ക് വ്യക്തമായി തന്നെ പഠിക്കാം. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ സ്ഥാപിതമായത് 1953, ആസ്ഥാനം തിരുവനന്തപുരം. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ സ്ഥാപിതമായത് 1953, ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്ത്. ഉൽപാദന സേവന മേഖലകളിലെ അതായത് പ്രൊഡക്ഷനും അല്ലാതെ തേർഡ് സെക്ടറായ സർവീസ്, സൂക്ഷ്മ അതായത് മൈക്രോ ഇൻഡസ്ട്രീസ്, സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം. ചെറുകിട എന്ന് പറയുമ്പോൾ സ്മാൾ, ഇടത്തരം എന്ന് പറയുമ്പോൾ മീഡിയം. മൈക്രോ, സ്മാൾ ആൻഡ് മീഡിയം സംരംഭങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകിക്കൊണ്ട് സാമ്പത്തിക വ്യാവസായിക സാമൂഹിക വികസനത്തിന് സംഭാവന നൽകുന്ന സ്ഥാപനമാണ് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ KFC. ഓക്കെ, അപ്പോ സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം അഥവാ മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം ഇൻഡസ്ട്രീസ്, ഈ 3 തരം സംരംഭങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകിക്കൊണ്ട് സാമ്പത്തിക വ്യാവസായിക സാമൂഹിക വികസനത്തിന് സംഭാവന നൽകുന്നു. രണ്ടാമത്തെ സ്ഥാപനം കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് ആണ്. പൊതുജനങ്ങളുടെ സമ്പാദ്യശീലം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി തുടക്കം കുറിക്കപ്പെട്ടതാണ് KSFE, കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് ലിമിറ്റഡ്. സ്ഥാപിതമായത് 1969, ആസ്ഥാനം തൃശൂർ. സാധാരണക്കാരായ കേരളത്തിലെ ജനങ്ങളുടെ സമ്പാദ്യശീലം മെച്ചപ്പെടുത്താനല്ലേ? അതുകൊണ്ട് ആ സമ്പാദ്യം തങ്ങളുടെ കയ്യിൽ ഉറപ്പാണ്, വിശ്വാസമായി ഏൽപ്പിക്കാം എന്ന അർത്ഥത്തിൽ KSFEയുടെ ആസ്ഥാന മന്ദിരത്തിന് നൽകിയിരിക്കുന്ന പേര് ഭദ്രത എന്നാണ്. ഓക്കെ, അപ്പൊ കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് KSFE സ്ഥാപിതമായത് 1969, ആസ്ഥാനം തൃശൂർ. ആസ്ഥാന മന്ദിരം ഭദ്രത എന്ന പേരിൽ അറിയപ്പെടുന്നു. ആസ്ഥാന മന്ദിരം ഭദ്രത എന്ന പേരിലാണ് അറിയപ്പെടുക.
ഓർമ്മിച്ചേക്കാമോ? റിവിഷൻ ചെയ്യാൻ നമുക്ക്. യെസ്, 3 സ്ലൈഡാണ് നമ്മൾ പഠിച്ചുറപ്പിച്ചത് അല്ലെ? എന്തൊക്കെയായിരുന്നു? ഇതോടെ നമുക്ക് റിവിഷൻ ചെയ്യാം. കേരള ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി കേരളത്തിലെ വ്യാപാര വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും വികസിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സന്നദ്ധ സംഘടന. സ്ഥാപിതമായത് 1951 മെയ് മാസം 12-ാം തീയതി. ആസ്ഥാനം കൊച്ചി. ISO അക്രഡിറ്റേഷൻ ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വ്യാപാര സ്ഥാപനമാണ് കേരള ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബാങ്കുകൾ കാണപ്പെടുന്നത് പൊതുമേഖലാ വാണിജ്യ ബാങ്കുകളാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബാങ്ക് ശാഖകളുള്ള ജില്ല എറണാകുളവും കുറവ് വയനാടും. കേരള ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലെന്നറിയപ്പെടുന്നത് സഹകരണ ബാങ്കുകളാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ KSFE, KFC എന്നിവ. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ KFC സ്ഥാപിതമായത് 1953. ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്ത്. തിരുവനന്തപുരത്ത് കൃത്യമായി പറഞ്ഞാൽ വെള്ളയമ്പലത്താണ്. തിരുവനന്തപുരം എന്ന് PSC ചോദിക്കുന്നു കേട്ടോ. ഉൽപാദന സേവന മേഖലകളിലെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകിക്കൊണ്ട് സാമ്പത്തിക വ്യാവസായിക സാമൂഹിക വികസനത്തിന് സംഭാവന നൽകുന്നു. കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് KSFE സ്ഥാപിതമായത് 1969. ആസ്ഥാനം തൃശൂർ. ആസ്ഥാന മന്ദിരം ഭദ്രത എന്നറിയപ്പെടുന്നു. വീണ്ടും കുറച്ച് സ്ഥാപനങ്ങളെയാണ് നമ്മൾ പരിചയപ്പെടുക. കേരള സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷൻ ലിമിറ്റഡ് KSIDC സ്ഥിരമായി നിങ്ങളിപ്പോ പത്രങ്ങളിലൊക്കെ കാണുന്നതാണ് അല്ലെ ഈ സ്ഥാപനത്തിന്റെ പേര്. കേരള സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷൻ ലിമിറ്റഡ് KSIDC. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ KSIDC സ്ഥാപിതമായത് 1961. ആസ്ഥാനം തിരുവനന്തപുരം. ഇവിടെ ഇടത്തരം വൻകിട വ്യവസായങ്ങൾ മാത്രമേ ഉള്ളൂ. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിലാണെങ്കിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾ അല്ലെ? സൂക്ഷ്മം അതായത് മാക്രോ സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾ, അത് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ. ഇവിടെ KSIDC കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് കോർപ്പറേഷനിലെ ഇടത്തരം അതായത് മീഡിയം ആൻഡ് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ്. മീഡിയം ആൻഡ് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് ഇടത്തരം വൻകിട വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിൽ സ്ഥാപിക്കപ്പെട്ട കമ്പനിയാണ് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ KSIDC. കേരളത്തിലെ ആഭ്യന്തരവും വിദേശവുമായ വ്യവസായ നിക്ഷേപങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു നോഡൽ ഏജൻസിയാണ്. കേരളത്തിലെ ആഭ്യന്തരവും വിദേശവുമായ വ്യവസായ നിക്ഷേപങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു നോഡൽ ഏജൻസിയാണ് കേരള സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷൻ. കേരള സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷൻ. കേരള സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, അത് നമ്മൾ കേരള സിഡ്കോ എന്നാണ് നമ്മൾ വിളിക്കുക. പണ്ട് സിഡ്കോ എന്നായിരുന്നു, ഇപ്പൊ നിലവിൽ കേരള സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കേരള സിഡ്കോ KSIDCO എന്നാണ് അറിയപ്പെടുക. സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സിഡ്കോ SIDCO. സിഡ്കോ സ്ഥാപിതമായത് 1975. ആസ്ഥാനം തിരുവനന്തപുരം തന്നെ. കേരളത്തിലെ ചെറുകിട വ്യവസായങ്ങളുടെ സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അല്ലെ, ചെറുകിട വ്യവസായങ്ങളുടെ പ്രോത്സാഹനത്തിനായി സ്ഥാപിതമായ ഏജൻസി ആണ് എന്ത്? സിഡ്കോ എന്ന് പറയുക. അപ്പൊ ഇവിടെ പറയുന്ന രണ്ടും ഏജൻസികളാണ് അല്ലെ. ഇടത്തരം വൻകിട വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് കേരള സർക്കാരിന്റെ ഉടമയിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഏജൻസിയാണ് KSIDC. ചെറുകിട വ്യവസായങ്ങളുടെ പ്രോത്സാഹനത്തിനായി രൂപീകരിക്കപ്പെട്ടതാണ് കേരള സിഡ്കോ അഥവാ KSIDCO. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. കേരള സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷൻ KSIDC സ്ഥാപിതമായത് 1961. ആസ്ഥാനം തിരുവനന്തപുരം. ഇടത്തര വൻകിട വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിൽ സ്ഥാപിക്കപ്പെട്ട കമ്പനി. കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിൽ സ്ഥാപിക്കപ്പെട്ട കമ്പനിയാണ്. മറക്കില്ലാലോ. യെസ്. പിന്നെ നമുക്ക് എന്ത് പറയാം? കേരള സിഡ്കോ അല്ലെ. എന്താണ് കേരള സിഡ്കോ എന്ന് പറയുമ്പോൾ? കേരള സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സ്ഥാപിതമായ 1975. ആസ്ഥാനം തിരുവനന്തപുരം. കേരളത്തിലെ ചെറുകിട വ്യവസായങ്ങളുടെ പ്രോത്സാഹനത്തിനായി സ്ഥാപിതമായ സംസ്ഥാന ഏജൻസി. അടുത്ത നമ്മൾ പറയുന്നു കിൻഫ്ര. കിൻഫ്രയുടെ പൂർണ്ണരൂപം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും അതിന്റെ ലക്ഷ്യം. കേരള ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. കേരള ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ
ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ് കിൻഫ്ര എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുക. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ വ്യവസായങ്ങൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യ വികസനമാണ്. ഈ അടിസ്ഥാന സൗകര്യ വികസനം എന്ന് പറയുമ്പോൾ ഒരു വ്യവസായത്തിന് ഏറ്റവും അത്യാവശ്യം വേണ്ട കാര്യം എന്താ? ഗതാഗത സംവിധാനം. രണ്ട്, കെട്ടിടങ്ങൾ. ഞാനിപ്പോൾ ഒരു വ്യവസായം ആരംഭിക്കുകയാണ്. ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഭൂരിഭാഗം എമൗണ്ടും കെട്ടിട നിർമ്മാണത്തിനും ഗതാഗതത്തിനും വേണ്ടി മാറ്റിവെക്കേണ്ടി വരും. പക്ഷേ സർക്കാർ തന്നെ അത്തരം കാര്യങ്ങൾ നിർമ്മിച്ച് സംരംഭകർക്ക് കുറഞ്ഞ എന്താണ് ഈടിൽ, അതായത് 30 മുതൽ 40 വർഷത്തേക്കുള്ള ഈടിനെ കൊടുക്കാം. ഓക്കെ, ആ ഒരു 40 വർഷ കാലാവധിയിൽ സബ്സിഡിയോടുകൂടി തിരിച്ചടച്ചാൽ മതി ഫണ്ടൊക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു സാവകാശം കിട്ടും തിരിച്ചടയ്ക്കാൻ. പാട്ടത്തിനാണ് എടുക്കുക 30 മുതൽ 40 വർഷത്ത് വരെ. ആ പാട്ടം മാത്രം നൽകിയാൽ മതി. ഹ്യൂജ് ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ശരിയല്ലേ? അപ്പോൾ അത് നൽകുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം കിൻഫ്രയുടെ. കേരളത്തിലെ വ്യാവസായിക അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുക, അതായത് വ്യവസായ പാർക്കുകൾ, ടൗൺഷിപ്പുകൾ, സോണുകൾ എന്നിട്ട് നിർമ്മിക്കുക. നിങ്ങൾ കേരളത്തിലെ മിക്കവാറും എല്ലാ ജില്ലകളിലും കിൻഫ്ര പാർക്കുകളുണ്ട്. ഇപ്പൊ തിരുവനന്തപുരത്ത് തന്നെ 2 കിൻഫ്ര പാർക്ക് ഉണ്ട്. കിൻഫ്ര ഇൻഡസ്ട്രിയൽ പാർക്ക് ഉണ്ട്, കിൻഫ്ര ഫിലിം പാർക്ക് ഉണ്ട്. ഫിലിം സിനിമാ വ്യവസായത്തിന് വേണ്ടി ഒരു കിൻഫ്ര പാർക്ക് ഉണ്ട്. ഇൻഡസ്ട്രീസ് വ്യാവസായിക വികസനത്തിന് വേണ്ടി മറ്റൊരു കിൻഫ്ര പാർക്ക് ഉണ്ട്, അല്ലെ? അപ്പോ ഇവയെല്ലാം കിൻഫ്ര എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആ കിൻഫ്ര എന്ന് പറയുന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചത് 1993 ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം. കേരളത്തിലെ വ്യാവസായിക ഇടനാഴി നടപ്പിലാക്കുന്നതിനുള്ള നോഡൽ ഏജൻസി എന്ന് പറയുന്നത് കിൻഫ്രയാണ്. കേരളത്തിലെ വ്യാവസായിക ഇടനാഴി നടപ്പിലാക്കുന്നതിനുള്ള നോഡൽ ഏജൻസി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്? കിൻഫ്രയാണ്. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? കേരള ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, കിൻഫ്ര. കേരളത്തിലെ വ്യാവസായിക അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുക, അതായത് വ്യാവസായിക പാർക്കുകൾ, ടൗൺഷിപ്പുകൾ, സോണുകൾ എന്നിവ ആരംഭിച്ചത് 1993 ആസ്ഥാനം തിരുവനന്തപുരം. കേരളത്തിലെ വ്യവസായ ഇടനാഴി നടപ്പിലാക്കുന്ന നോഡൽ ഏജൻസിയാണ് കിൻഫ്ര എന്ന് പറയുന്നത്. കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്ന മറ്റ് വ്യാവസായിക ഇടനാഴികൾ കൂടെ നമുക്ക് പരിശോധിക്കാം. ഡൽഹി മുംബൈ വ്യാവസായിക ഇടനാഴി, ചെന്നൈ ബാംഗ്ലൂർ വ്യാവസായിക ഇടനാഴി, ബംഗളൂരു മുംബൈ സാമ്പത്തിക ഇടനാഴി, അമൃത്സർ കൊൽക്കത്ത വ്യാവസായിക ഇടനാഴി, ഈസ്റ്റ് കോസ്റ്റ് സാമ്പത്തിക ഇടനാഴി എന്നിവ. അപ്പൊ കേരളത്തിലെ വ്യാവസായിക ഇടനാഴി നടപ്പിലാക്കുന്ന നോഡൽ ഏജൻസി ഏതാണ്? കിൻഫ്ര എന്ന് നമ്മൾ പഠിച്ചു. കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്ന മറ്റ് പ്രധാന വ്യാവസായിക ഇടനാഴികൾ കൂടെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഡൽഹി മുംബൈ വ്യാവസായിക ഇടനാഴി, ചെന്നൈ ബാംഗ്ലൂർ വ്യാവസായിക ഇടനാഴി, ബാംഗ്ലൂർ മുംബൈ വ്യാവസായിക ഇടനാഴി, അമൃത്സർ കൽക്കട്ട വ്യാവസായിക ഇടനാഴി, ഈസ്റ്റ് കോസ്റ്റ് സാമ്പത്തിക ഇടനാഴി എന്നിവ. മറക്കില്ലാലോ. ഡൽഹി മുംബൈ വ്യാവസായിക ഇടനാഴി, ചെന്നൈ ബാംഗ്ലൂർ വ്യാവസായിക ഇടനാഴി, ബംഗളൂരു മുംബൈ സാമ്പത്തിക ഇടനാഴി, അമൃത്സർ കൽക്കട്ട വ്യാവസായിക ഇടനാഴി, ഈസ്റ്റ് കോസ്റ്റ് സാമ്പത്തിക ഇടനാഴി എന്നിവയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന വ്യാവസായിക ഇടനാഴികൾ. ഓക്കെ, ഈ സ്ലൈഡ് ഒന്നുകൂടെ റിവിഷൻ ചെയ്തിട്ട് മുന്നോട്ട് പോകാം. കേരള ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അഥവാ കിൻഫ്ര. കേരളത്തിലെ വ്യാവസായിക അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുക, അതായത് വ്യാവസായിക പാർക്കുകൾ, ടൗൺഷിപ്പുകൾ, സോണുകൾ എന്നിവ ആരംഭിച്ചത് 1993 ആസ്ഥാനം തിരുവനന്തപുരം. കേരളത്തിലെ വ്യാവസായിക ഇടനാഴി നടപ്പിലാക്കുന്നതിനുള്ള നോഡൽ ഏജൻസി കിൻഫ്രയാണ്. കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്ന മറ്റ് വ്യാവസായിക ഇടനാഴികൾ ഏതൊക്കെയാ? ഡൽഹി മുംബൈ വ്യാവസായിക ഇടനാഴി, ചെന്നൈ ബാംഗ്ലൂർ വ്യാവസായിക ഇടനാഴി, ബംഗളൂരു മുംബൈ സാമ്പത്തിക ഇടനാഴി, അമൃത്സർ കൊൽക്കട്ട വ്യാവസായിക ഇടനാഴി, ഈസ്റ്റ് കോസ്റ്റ് സാമ്പത്തിക ഇടനാഴി എന്നിവ. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ്, കിഫ്ബി. നമ്മൾ സ്ഥിരം പത്രങ്ങളൊക്കെ കാണുന്നതാണ് അല്ലെ? കിഫ്ബി, KIIFB, കിഫ്ബി. അതിന്റെ പൂർണ്ണമായ പേര് പലപ്പോഴും ചോദിക്കാറുണ്ട്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ്. കേരളത്തിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ധനസമാഹരണം നടത്തുന്നതിന് സംസ്ഥാന സർക്കാർ രൂപം കൊടുത്ത ധനകാര്യ സ്ഥാപനമാണ് കിഫ്ബി എന്ന പേരിൽ അറിയപ്പെടുക. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ്. കേരളത്തിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ധനസമാഹരണം നടത്തുന്നതിന് സംസ്ഥാന സർക്കാർ രൂപം കൊടുക്കുന്ന ധനകാര്യ സ്ഥാപനം. ലക്ഷ്യം സംസ്ഥാന റവന്യൂ ബജറ്റിന് പുറത്തുനിന്ന് ധനസമാഹരണം നടത്തുക. സംസ്ഥാന റവന്യൂ ബജറ്റിന് പുറത്തുനിന്ന് ധനസമാഹരണം നടത്തുക എന്നതാണ് ലക്ഷ്യം. ഈ കിഫ്ബി എന്ന സ്ഥാപനം രൂപീകരിക്കാനുള്ള അടിസ്ഥാന നിയമം എന്ന് പറയുന്നത് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ആക്ട്. കേരള
ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ആക്ട്. കിഫ്ബിയുടെ ചെയർമാൻ എപ്പോഴും മുഖ്യമന്ത്രിയായിരിക്കും. കിഫ്ബിയുടെ ചെയർമാൻ എപ്പോഴും മുഖ്യമന്ത്രിയായിരിക്കും. കിഫ്ബിയുടെ വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് ധനകാര്യമന്ത്രിയും. അപ്പോൾ കേരളത്തിൽ കിഫ്ബി എന്ന സ്ഥാപനം രൂപീകരിക്കാൻ കാരണമായ അടിസ്ഥാന നിയമം കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ആക്ട്. ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. വൈസ് ചെയർമാൻ എന്ന് പറയുന്ന ആരാണ്? ധനകാര്യമന്ത്രിയും. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചുറപ്പിച്ചത്? കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് അഥവാ കിഫ്ബി കേരളത്തിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ധനസമാഹരണം നടത്തുന്നതിന് സംസ്ഥാന സർക്കാർ രൂപം കൊടുത്ത ധനകാര്യ സ്ഥാപനം. ലക്ഷ്യം സംസ്ഥാന റവന്യൂ ബജറ്റ്, അതായത് ബജറ്റിൽ ഉൾക്കൊള്ളിക്കാത്ത ധനസമാഹരണം, സംസ്ഥാന റവന്യൂ ബജറ്റിന് പുറത്തുനിന്ന് ധനസമാഹരണം നടത്തുകയാണ് ലക്ഷ്യം. അടിസ്ഥാന നിയമം എന്ന് പറയുന്നത് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ആക്ട്. ചെയർമാൻ മുഖ്യമന്ത്രിയായിരിക്കും. വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് ധനകാര്യമന്ത്രി. കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി ആരംഭിച്ചത് 1998. ബാങ്കിംഗ് മേഖലയിൽ നിന്നും കർഷകർക്ക് മതിയായതും സമയബന്ധിതവുമായ വായ്പ ഉറപ്പാക്കുന്നതിന് വേണ്ടി, ബാങ്കിംഗ് മേഖലയിൽ നിന്നും കർഷകർക്ക് മതിയായതും സമയബന്ധിതവുമായ വായ്പ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ചതായിരുന്നു കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി. ഓക്കെ, അപ്പൊ കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി ആരംഭിച്ചത് എന്നാണ് 1998. ബാങ്കിംഗ് മേഖലയിൽ നിന്ന് കർഷകർക്ക് മതിയായതും സമയബന്ധിതവുമായ വായ്പ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ച പദ്ധതി. ഓർമ്മിച്ചേക്കാം. ഇനി അടുത്ത നമ്മൾ പറയുന്നു കേരള ബാങ്ക്. കേരള ബാങ്ക് രൂപം കൊണ്ടത് 2019 നവംബർ 29. കേരള ബാങ്ക് രൂപം കൊണ്ടത് 2019 നവംബർ 29. ആസ്ഥാനം തിരുവനന്തപുരം. എന്താണ് കേരള ബാങ്ക്? കേരളത്തിലെ സഹകരണ ബാങ്കുകളുടെ പൊതു സംവിധാനമായ ത്രിതല സംവിധാനത്തെ മാറ്റി ദ്വിതല സംവിധാനമാക്കി മാറ്റുക. സംസ്ഥാന സഹകരണ ബാങ്കുകളും 14 ജില്ലകളിലെയും ജില്ലാ സഹകരണ ബാങ്കുകളും കൂട്ടിച്ചേർത്തതാണ് കേരള ബാങ്ക്. ആദ്യം മലപ്പുറം ജില്ലയിലെ ജില്ലാ സഹകരണ ബാങ്കുകൾ സഹകരിക്കാൻ തയ്യാറായില്ല. എന്നാൽ പിൽക്കാലത്ത് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം അവരും ലയിച്ചു. കേരള ബാങ്ക് രൂപീകരിക്കണമെന്ന് നിർദ്ദേശം നൽകിയ കമ്മിറ്റി MS ശ്രീറാം കമ്മിറ്റി. കേരള ബാങ്കിന്റെ ആദ്യത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ CEO എന്ന് പറയുന്നത് PS രാജനും. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. കേരള ബാങ്ക് രൂപം കൊണ്ടത് 2019 നവംബർ മാസം 29 ആസ്ഥാനം തിരുവനന്തപുരം. ലക്ഷ്യം കേരളത്തിലെ സഹകരണ ബാങ്കുകളുടെ പൊതു സംവിധാനമായ ത്രിതല സംവിധാനത്തെ മാറ്റിക്കൊണ്ട് ദ്വിതല സംവിധാനമാക്കി മാറ്റി. സംസ്ഥാന സഹകരണ ബാങ്കുകളും 14 ജില്ലയിലെയും ജില്ലാ സഹകരണ ബാങ്കുകളും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് കേരള ബാങ്ക് രൂപീകരിച്ചത്. കേരള ബാങ്ക് രൂപീകരിക്കാൻ നിർദ്ദേശം നൽകിയ കമ്മിറ്റി MS ശ്രീറാം കമ്മിറ്റിയാണ്. കേരള ബാങ്കിന്റെ ആദ്യത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്നത് PS രാജനുമാണ്. എന്നാൽ നിങ്ങൾ മറ്റൊരെണ്ണം കേട്ടിട്ടുണ്ടാവാം, കേരള ഗ്രാമീൺ ബാങ്ക്. കാനറ ബാങ്കിന്റെ സ്പോൺസേർഡ് ബാങ്ക് ആയിരുന്ന, കാനറ ബാങ്ക് സ്പോൺസർ ചെയ്ത ബാങ്ക് ആയിരുന്ന സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്കും നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്കും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് രൂപീകരിച്ചതാണ് കേരള ഗ്രാമീൺ ബാങ്ക്. ആ കേരള ഗ്രാമീൺ ബാങ്കിന്റെ ആസ്ഥാനം മലപ്പുറം ജില്ലയിലാണ്. കേരള ഗ്രാമീൺ ബാങ്കിന്റെ ആസ്ഥാനം മലപ്പുറം ജില്ലയിലാണ്. നമ്മൾ ഇവിടെ പഠിച്ചത് എന്താ? കേരള ബാങ്കാണ്. സഹകരണ സംഘങ്ങൾ, ജില്ലാ സഹകരണ സംഘങ്ങളും സംസ്ഥാന സഹകരണ ബാങ്കുകളും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് കേരള ബാങ്ക് രൂപീകരിച്ചത് 2019 നവംബർ 29. മറക്കില്ല എന്ന് കരുതിക്കോട്ടെ. ഓക്കെ, ഇനി വാണിജ്യ മിഷൻ. കേരളത്തിൽ ആദ്യമായി വാണിജ്യ മിഷൻ ആരംഭിച്ചത് 2018. വർഷം മറന്നുപോയത്. കേരളത്തിൽ ആദ്യമായി വാണിജ്യ മിഷൻ ആരംഭിച്ചത് 2018. സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭങ്ങൾ, സ്റ്റാർട്ടപ്പുകൾ, പരമ്പരാഗത വ്യവസായം എന്നീ മേഖലകളിലുള്ളവർക്ക് അവരുടെ ഉൽപ്പന്നങ്ങളുടെ വിപണി അഥവാ ബ്രാൻഡ് ഒരുക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച സംരംഭമാണ് വാണിജ്യ മിഷൻ 2018. ഓക്കെ, അപ്പോൾ വാണിജ്യ മിഷൻ 2018 സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭങ്ങൾ, സ്റ്റാർട്ടപ്പുകൾ, പരമ്പരാഗത വ്യവസായം എന്നീ മേഖലകളിൽ ഉൾപ്പെട്ടവർക്ക് അവരുടെ ഉൽപ്പന്നങ്ങളുടെ വിപണി അഥവാ ബ്രാൻഡ് ഒരുക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച സംരംഭമാണ് വാണിജ്യ മിഷൻ എന്നറിയപ്പെടുക. വാണിജ്യ മിഷൻ ആരംഭിച്ചത് ഏത് വർഷമാണ്? 2018. ക്ലിയർ ആണ്. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? ഈ സ്ലൈഡിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. കേരള ബാങ്ക് രൂപം കൊണ്ടത് 2019 നവംബർ മാസം 29. ആസ്ഥാനം തിരുവനന്തപുരം. ലക്ഷ്യം കേരളത്തിലെ സഹകരണ ബാങ്കുകളുടെ പൊതു സംവിധാനമായ ത്രിതല സംവിധാനത്തെ മാറ്റിക്കൊണ്ട് ദ്വിതല സംവിധാനമാക്കി മാറ്റുക.
സംസ്ഥാന സഹകരണ ബാങ്കുകളും 14 ജില്ലാ സഹകരണ ബാങ്കുകളും ചേർന്നതാണ് കേരള ബാങ്ക്. നിർദ്ദേശം നൽകിയ കമ്മിറ്റി MS ശ്രീരാം കമ്മിറ്റിയാണ്. കേരള ബാങ്കിന്റെ ആദ്യത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്നത് PS രാജൻ. വാണിജ്യ മിഷൻ 2018. സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ, സ്റ്റാർട്ടപ്പുകൾ, പരമ്പരാഗത വ്യവസായം എന്നീ മേഖലകളിലുള്ളവർക്ക് അവരുടെ ഉൽപ്പന്നങ്ങളുടെ വിപണി അഥവാ ബ്രാൻഡ് ഒരുക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച സംരംഭമാണ് വാണിജ്യ മിഷൻ എന്ന പേരിൽ അറിയപ്പെടുക. വാണിജ്യ മിഷൻ ആരംഭിച്ച ഏത് വർഷമാണ്? 2018 ഓർക്കുക. ഓക്കെ അല്ലേ? അപ്പൊ നമ്മള് കേരളത്തിലെ സാമ്പത്തിക മേഖല ഇതോടുകൂടി പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത് പഠിക്കാനുള്ളത് കാർഷിക മേഖലയാണ്. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് കുറച്ചധികം കാര്യങ്ങൾ നമുക്കിവിടെ പഠിക്കാനുണ്ട്. ഓക്കെ. അപ്പോൾ കാർഷിക മേഖല, അത് കഴിഞ്ഞ് ടൂറിസം നമ്മൾ പഠിക്കണം. അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ പഠിച്ചുറപ്പിക്കുവാനായിട്ടുണ്ട്. അപ്പോൾ ഓരോ ക്ലാസ്സിലുള്ള കാര്യങ്ങളും കൃത്യമായി പഠിച്ച് മുന്നോട്ട് പോകുക, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാവും. അതുകൊണ്ട് ദയവായി കൃത്യമായി പഠിച്ച് തന്നെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ നമ്മളിന്ന് പഠിച്ച കാര്യങ്ങൾ പൂർണ്ണമായിട്ട് നമുക്കൊന്ന് റിവിഷൻ ചെയ്താലോ? കേരളത്തിലെ സാമ്പത്തികമാണ് നമ്മളിന്ന് പഠിച്ചത് അല്ലെ? കേരളത്തിന്റെ സാമ്പത്തിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് എറണാകുളം ജില്ലയിലെ കൊച്ചിയാണ്. പ്രതിശീർഷ വരുമാനത്തിൽ 1-ാം സ്ഥാനം എറണാകുളവും പ്രതിശീർഷ വരുമാനം ഏറ്റവും കുറഞ്ഞ ജില്ല മലപ്പുറവും. സാമ്പത്തിക സാക്ഷരത നേടിയ ആദ്യ ഗ്രാമപഞ്ചായത്ത് പാലക്കാട് ജില്ലയിലെ മങ്കരയാണ്. ഇന്ത്യയില് കേരള സംസ്ഥാനത്തെ പ്രത്യേക സാഹചര്യങ്ങളിൽ വികസിച്ചു വന്ന സവിശേഷമായ സാമ്പത്തിക അവസ്ഥാവിശേഷത്തിനും അതിലേക്ക് നയിച്ച നയങ്ങളും അറിയപ്പെടുന്നത് കേരള മോഡൽ വികസനം എന്നാണ്. കേരള മോഡൽ വികസന പദ്ധതി നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി, 10-ാം പഞ്ചവത്സര പദ്ധതി. കേരളത്തിലെ വരുമാനത്തിൽ ഭൂരിഭാഗവും സംഭാവന ചെയ്യുന്നത് ആരാണ്? പ്രവാസികളാണ്. കേരള ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. കേരളത്തിലെ വ്യാപാര വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും വികസിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സന്നദ്ധ സംഘടനയാണ് കേരള ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. സ്ഥാപിതമായത് 1951 മെയ് മാസം 12-ാം തീയതി. ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. ISO അക്രഡിറ്റേഷൻ ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വ്യാപാര സ്ഥാപനമാണ് കേരള ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള ബാങ്കുകൾ പൊതുമേഖലാ വാണിജ്യ ബാങ്കുകളാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ബാങ്ക് ശാഖകളുള്ള ജില്ല എറണാകുളം, കുറവ് വയനാട്. കേരള ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് സഹകരണ ബാങ്കുകളാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളാണ് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസും കൂടാതെ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ KFC. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ സ്ഥാപിതമായത് 1953. ആസ്ഥാനം തിരുവനന്തപുരം. ഉൽപാദന സേവന മേഖലകളിലെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകിക്കൊണ്ട് സാമ്പത്തിക വ്യാവസായിക സാമൂഹിക വികസനത്തിന് സംഭാവന നൽകുന്നു. കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് KSFE സ്ഥാപിതമായത് 1969. ആസ്ഥാനം തൃശൂർ. ആസ്ഥാന മന്ദിരം ഭദ്രത എന്ന പേരിൽ അറിയപ്പെടുന്നു. കേരള സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷൻ KSIDC സ്ഥാപിതമായത് 1961. ആസ്ഥാനം തിരുവനന്തപുരം. ഇടത്തര വൻകിട വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന കമ്പനി കേരളത്തിലെ ആഭ്യന്തരവും വിദേശവുമായ വ്യവസായ നിക്ഷേപങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നോഡൽ ഏജൻസി എന്ന നിലയിലാണ് പ്രവർത്തിക്കുക. കേരള സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കേരള സിഡ്കോ. കേരള സിഡ്കോ സ്ഥാപിതമായത് 1975. ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്ത്. കേരളത്തിലെ ചെറുകിട വ്യവസായങ്ങളുടെ പ്രോത്സാഹനത്തിനായി സ്ഥാപിതമായ സംസ്ഥാന തലത്തിലെ ഏജൻസിയാണ് കേരള സിഡ്കോ എന്ന പേരിൽ അറിയപ്പെടുക. കേരള സിഡ്കോ എന്ന പേരിൽ അറിയപ്പെടുക. മറക്കില്ലാലോ, ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത നമ്മൾ പറയുന്നു കേരള ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കിൻഫ്ര. വാക്കിൽ തന്നെയുണ്ട്. കേരളത്തിലെ വ്യാവസായിക അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുക, അതായത് വ്യാവസായിക പാർക്കുകൾ, ടൗൺഷിപ്പുകൾ, സോണുകൾ എന്നിവ, അതായത് വ്യവസായ സോണുകൾ, സ്പെഷ്യൽ എക്കണോമിക് സോൺ. അതുപോലെ ആരംഭിച്ചത് 1993. ആസ്ഥാനം തിരുവനന്തപുരം. കേരളത്തിലെ വ്യാവസായിക ഇടനാഴി നടപ്പിലാക്കുന്നതിനുള്ള നോഡൽ ഏജൻസിയാണ് കിൻഫ്ര എന്ന് പറയുന്നത്. കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്ന മറ്റ് പ്രധാനപ്പെട്ട ഇന്ത്യയിലെ വ്യാവസായിക ഇടനാഴികൾ കൂടെ നമുക്ക് പരിചയപ്പെടാം. ഡൽഹി മുംബൈ വ്യാവസായിക ഇടനാഴി, ചെന്നൈ മാംഗ്ലൂർ വ്യാവസായിക ഇടനാഴി, ബംഗളൂരു മുംബൈ സാമ്പത്തിക ഇടനാഴി, അമൃത്സർ കൽക്കട്ട വ്യാവസായിക ഇടനാഴി, ഈസ്റ്റ് കോസ്റ്റ് സാമ്പത്തിക ഇടനാഴി എന്നിവ. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് കിഫ്ബി. കേരളത്തിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ധനസമാഹരണം നടത്തുന്നതിന് സംസ്ഥാന സർക്കാർ രൂപം കൊടുത്ത ധനകാര്യ സ്ഥാപനമാണ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് അഥവാ കിഫ്ബി. ലക്ഷ്യം സംസ്ഥാന റവന്യൂ ബജറ്റിന് പുറത്തുനിന്ന് ധനസമാഹരണം നടത്തുക.
അടിസ്ഥാനമായ നിയമം എന്ന് പറയുന്നത് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ആക്ട്. അതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ്. വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് ധനകാര്യമന്ത്രി. കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി ആരംഭിച്ചത് 1998. ബാങ്കിംഗ് മേഖലയിൽ നിന്നും കർഷകർക്ക് മതിയായതും സമയബന്ധിതവുമായ വായ്പ ഉറപ്പാക്കുന്നതിന് വേണ്ടി ബാങ്കിംഗ് മേഖലയിൽ നിന്നും കർഷകർക്ക് മതിയായതും സമയബന്ധിതവുമായ വായ്പ ഉറപ്പാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ചതാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി. കേരള ബാങ്ക് രൂപം കൊണ്ടത് 2019 നവംബർ 29 ആസ്ഥാനം തിരുവനന്തപുരം. ലക്ഷ്യം കേരളത്തിലെ സഹകരണ ബാങ്കുകളുടെ പൊതു സംവിധാനമായ ത്രിതല സംവിധാനത്തെ മാറ്റി ദ്വിതല സംവിധാനമാക്കി മാറ്റുക. സംസ്ഥാന സഹകരണ ബാങ്കുകളും 14 ജില്ലാ സഹകരണ ബാങ്കുകളും ചേർന്നതാണ് കേരള ബാങ്ക്. നിർദ്ദേശം നൽകിയ കമ്മിറ്റി എന്ന് പറയുന്നത് MS ശ്രീരാം കമ്മിറ്റി. കേരള ബാങ്കിന്റെ ആദ്യത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്നത് PS രാജൻ. വാണിജ്യ മിഷന് തുടക്കം കുറിച്ചത് 2018 എന്താണ് കേരള സംസ്ഥാന വാണിജ്യ മിഷൻ? സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ, സ്റ്റാർട്ടപ്പുകൾ, പരമ്പരാഗത വ്യവസായം എന്നീ മേഖലകളിലുള്ളവർക്ക് അവരുടെ ഉൽപ്പന്നങ്ങളുടെ വിപണി അഥവാ ബ്രാൻഡ് എന്നിവ ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് കേരള സർക്കാർ ആരംഭിച്ച സംരംഭമാണ് വാണിജ്യ മിഷൻ എന്ന പേരിൽ അറിയപ്പെടുക. അപ്പൊ കേരള സംസ്ഥാന വാണിജ്യ മിഷൻ എന്ന് ആരംഭിച്ചേ 2018 2018 ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കൃത്യമായി പഠിച്ചു വരാനായിട്ട് ശ്രമിക്കുക. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കേണ്ടത് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായും പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിന്റെ കാർഷിക മേഖലയാണ്. ഓക്കെ, അപ്പൊ കാർഷിക മേഖല നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിച്ചുറപ്പിക്കാം. കാർഷിക മേഖല എന്ന് പറയുന്നത് കുറച്ച് ദൈർഘ്യമേറിയ ക്ലാസ് ആയിരിക്കും. അതിൽ തന്നെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് കുറച്ച് ധാതു സംബന്ധമായ കാര്യങ്ങൾ കൂടെ നമ്മൾ പഠിച്ചുറപ്പിക്കുവാനായിട്ട് ശ്രമിക്കും. ഓക്കെ, യാ, അപ്പോൾ ഇത്രയും ദയവായി പഠിച്ചിട്ട് വരിക. ബാക്കി നമുക്ക് അടുത്ത ദിവസം നോക്കാം. ബൈ ബൈ.